ഹലോ എവരിവൺ, ഇന്ത്യൻ പൊളിറ്റിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റിയാണ്. ഓക്കെ, ആ കമ്മിറ്റിയുടെ പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 മേജർ ആയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടായത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് അംഗങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7 അംഗങ്ങളാണ് ഉണ്ടായത്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര്? BR അംബേദ്കർ. ഓക്കെ, അപ്പോൾ അംബേദ്കർ ആയിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു BR അംബേദ്കർ. ഓക്കെ, ഇനി ബാക്കി 6 പേരുടെ പേരും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ 4 പേരുടെ പേര് തന്നിട്ട് ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളായത് അല്ലെങ്കിൽ ആകാത്തത് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് കാണപ്പാടമാക്കിയില്ലെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആളാണ് KM മുൻഷി. ഓക്കെ, രണ്ടാമത്തെ ആളാണ് മുഹമ്മദ് സാദുള്ള. മൂന്നാമത്തത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. നാലാമത്തത് N ഗോപാലസ്വാമി അയ്യങ്കാർ. അഞ്ചാമത്തത് DP ഗത്താൽ. ഓക്കെ, ആറാമത്തതാണ് BL മിത്തർ. ഓക്കെ, അപ്പൊ ഈ 7 പേരെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അതിൽ അംബേദ്കർ എന്തായാലും മറന്നു പോകില്ല എന്നറിയാം. ബാക്കി 6 പേരുടെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ 7 പേര് പറഞ്ഞില്ലേ, അതിൽ 2 ആൾക്കാർ പോയിട്ട് വേറെ 2 ആൾക്കാർ വരും. അപ്പോൾ അവരാരൊക്കെയാണെന്ന് ഓർത്ത് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ DP ഗത്താൾ മരിച്ചു പോവും. DP ഗത്താൽ മരിച്ചു പോവും. അദ്ദേഹത്തിന് പകരമായിട്ട് TT കൃഷ്ണമാചാരി വരും. ഓക്കെ, അതുപോലെ തന്നെ BL മിത്തർ രാജിവെച്ചു പോവുകയും അദ്ദേഹത്തിന് പകരമായിട്ട് N മാധവറാവു വരും. ഓക്കെ, അപ്പോൾ ഇവിടെ കൃഷ്ണമാചാരിയും മാധവറാവും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ആദ്യ ഡ്രാഫ്റ്റ്. ഓക്കെ, ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ടത് എന്നാണ്? 1948 ഫെബ്രുവരിയിലാണ്. ഓക്കെ, അങ്ങനെ 1948 ഫെബ്രുവരിയിൽ ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞ് ഒരു 8 മാസത്തോളം ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. അവരുടെ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടൊക്കെ ഇതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അത് പൊതുജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് 1948 രണ്ടാമത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നോക്കേണ്ടത് ഇപ്പൊ ഈ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ ആദ്യത്തെ റീഡിങ് അതെന്നായിരുന്നു? അതായത് 1948 നവംബർ 4-ാം തീയതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റീഡിങ് എന്നായിരുന്നു? 1948 നവംബർ 4-ാം തീയതി. ഓക്കെ, ഇനി രണ്ടാമത്തെ റീഡിങ് 1949 ഒക്ടോബർ 17. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞ് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി സെക്കൻഡ് റീഡിങ് എന്ന 1949 ഒക്ടോബർ 17-ാം തീയതി. ഓക്കെ, ഇനി മൂന്നാമത്തെ റീഡിങ് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ റീഡിങ് അത് 1949 നവംബർ 14 തൊട്ട് 26 വരെ. ഓക്കെ, 14-ാം തീയതി തുടങ്ങി 26-ാം തീയതി അവസാനിച്ചു. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാ? നസറുദ്ദീൻ അഹമ്മദ്. ഓക്കെ, അപ്പോൾ നസറുദ്ദീൻ അഹമ്മദ് ആണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതൊരു ആത്മകഥയാണ്, വെയിറ്റിംഗ് ഫോർ വിസ. ഇതാരുടെ ആത്മകഥയാ? BR അംബേദ്കറിന്റെ ആത്മകഥയാണ് വെയിറ്റിംഗ് ഫോർ എ വിസ. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്, നമ്മ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മളാകെ ഒരു കമ്മിറ്റിനെ പറ്റി ഇപ്പൊ പറഞ്ഞുള്ളൂ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അതിനെ മാത്രമായിട്ട് നമ്മൾ എടുത്തു നോക്കിയത്. ഓക്കെ, ഇനി ബാക്കി കമ്മിറ്റികളെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോണത്. ഓക്കെ, മൊത്തത്തിൽ എത്ര? 8 മേജർ കമ്മിറ്റിയും പിന്നെ കുറച്ച് മൈനർ കമ്മിറ്റി ഉണ്ടായി.
മൊത്തത്തിൽ എത്ര കമ്മിറ്റി ഉണ്ടായെന്ന് വെച്ചാൽ 22 കമ്മിറ്റികളാണ് ഉണ്ടായത്, മേജർ മൈനർ ഒക്കെ കൂടി കൂട്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ 8 മേജർ കമ്മിറ്റികളും അതുപോലെ അവരുടെ ചെയർമാനും ആരാ ഈ കമ്മിറ്റീനെയൊക്കെ ചെയർ ചെയ്തതെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ ആദ്യത്തെ കമ്മിറ്റി നമ്മൾ നേരത്തെ പഠിച്ചു, എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ചെയർ ആരാ അറിയാലോ, BR അംബേദ്കർ ആണ് ചെയർ. ഓക്കെ, ഇനി അടുത്ത കമ്മിറ്റിയാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ചെയർ ആരാ, നെഹ്റു. ഓക്കെ, അപ്പൊ നെഹ്റു ആണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർ. ഇനി അടുത്ത മൂന്നാമത്തെ കമ്മിറ്റിയാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർ ആരാ, അവിടെ ചെയർ ആര് തന്നെയാ, നെഹ്റു തന്നെയാണ് ചെയർ. ഓക്കെ, ഇനി നാലാമത്തെ കമ്മിറ്റി അതാണ് സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഓക്കെ, ഈ 3 കമ്മിറ്റികളിലും ചെയർ ആര് തന്നെയാ, നെഹ്റു തന്നെയാണ്. ഓക്കെ, ഈ 3 കമ്മിറ്റിയുടെയും ചെയർ നെഹ്റു തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ കമ്മിറ്റിയാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഓക്കെ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർ ആരാ, സർദാർ പട്ടേൽ. ഓക്കെ, ഇനി ആറാമത്തെ കമ്മിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഓക്കെ, അതിന്റെ ചെയർ ആരാ, സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ്, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി അടുത്ത ഏഴാമത്തെ കമ്മിറ്റിയാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. ചെയർ ആരാ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇനി അടുത്ത എട്ടാമത്തെ കമ്മിറ്റിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. അതിൻ്റെയും ചെയർ ആരാ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് മൈനർ കമ്മിറ്റീസാണ്. അത് നെറ്റിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്ത് ഒന്ന് വായിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, ഈ ഒരു ടോപ്പിക്കോടെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് തീർന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആമുഖം, അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ വെച്ചിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ.